നമസ്കാരം. പഞ്ചാബിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് വൻ വിജയം. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിലാണ് ആപ്പ് വലിയ വിജയം നേടിയത്. ആകെ നടന്ന തിരഞ്ഞെടുപ്പിൽ പകുതിയിലധികം സീറ്റുകൾ സ്വന്തമാക്കിയാണ് AAP തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് കോൺഗ്രസ് ആണ്. അതേസമയം ദയനീയ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ചില ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചുപിടിക്കാനായത് ശിരോമണി അകാലിദളിന് ആശ്വാസമായി. BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ പരിഷത്തിൽ ആകെ 347 സീറ്റുകളിൽ 218 എണ്ണത്തിലും AAP ജയിച്ചു. കോൺഗ്രസ് 62 സീറ്റുകളിലും അകാലിദൾ 46 സീറ്റുകളിലും ഒതുങ്ങി. BJPക്ക് വെറും 7 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. പഞ്ചായത്ത് സമിതികളിൽ ആകെ 2838 സീറ്റുകളിൽ 1531 എണ്ണം AAP സ്വന്തമാക്കി. കോൺഗ്രസ് 612, അകാലിദൾ 445, BJP 73 എന്നിങ്ങനെയാണ് മറ്റു കക്ഷികളുടെ നില. 4 വർഷത്തെ ഭരണത്തിന് ശേഷവും തങ്ങൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ഫലമെന്ന് AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഏതാണ്ട് 70% സീറ്റുകൾ നേടിയത് ഭഗവത് മാൻ സർക്കാരിന്റെ ജനപ്രീതിയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ സ്പീക്കർ കുൽത്താർ സിംഗ് സദ്വാന്റെയും MP ഗുർമീത് സിംഗ് മീത് ഹയറുടെയും സ്വന്തം ഗ്രാമങ്ങളിൽ AAP പരാജയപ്പെട്ടത് പാർട്ടിക്ക് തിരിച്ചടിയായി. അതേസമയം തിരഞ്ഞെടുപ്പിൽ ഭരണകൂട സംവിധാനങ്ങൾ AAP ദുരുപയോഗം ചെയ്തുവെന്ന് കോൺഗ്രസും അകാലിദളും ആരോപിച്ചു. പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും അനുവദിച്ചില്ലെന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാറിംഗ് കുറ്റപ്പെടുത്തി. ഈ വിജയം ജനപ്രീതിയുടെ അളവുകോലല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അകത്തളങ്ങളിലെ തർക്കങ്ങൾക്കിടയിലും തങ്ങളുടെ പഴയ കോട്ടയായ മാൽവ മേഖലയിൽ തിരിച്ചുപിടുത്തം നടത്താൻ അകാലിദളിന് കഴിഞ്ഞു. ബതിന്ദ, മുക്തസർ, ഫരീദാകോട്ട് ജില്ലകളിൽ അവർ മികച്ച പ്രകടനം നടത്തി. BJPയെ സംബന്ധിച്ചിടത്തോളം പട്ടിയാല അടക്കമുള്ള നഗരമേഖലകളിൽ പോലും വൻ തകർച്ചയാണ് നേരിട്ടത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അകാലിദളും വീണ്ടും സഖ്യമുണ്ടാക്കണമെന്ന ചർച്ചകൾക്കും ഈ ഫലം വഴി തുറന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ ജനകീയ നടപടികൾ ജനങ്ങൾ സ്വീകരിച്ചതോടെയാണ് പാർട്ടിക്ക് വൻ വിജയം നേടാൻ കഴിഞ്ഞതെന്ന് ആം ആദ്മി പാർട്ടി അവകാശപ്പെട്ടു. ആം ആദ്മി പാർട്ടിയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു. പാർട്ടിയുടെ നയങ്ങളും ജനക്ഷേമ നടപടികളും ജനങ്ങൾ സ്വീകരിച്ചതായി പാർട്ടി നേതാക്കൾ അവകാശപ്പെട്ടു. ഡൽഹിയിൽ ഭരണം നഷ്ടമായെങ്കിലും പഞ്ചാബിൽ ആം ആദ്മിയുടെ ഭരണമുണ്ട്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് ആം ആദ്മിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്.